സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികം, അതായത് രണ്ടാമത്തെ ടേമിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പട്ടികജാതി വകുപ്പും അതേപോലെ തന്നെ സാംസ്കാരിക വകുപ്പും ഒക്കെ ചേർന്നിട്ടാണ് ഇവിടെ പാലക്കാട് കോട്ടമൈതാനത്ത് വേടൻ്റെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. ആ ചെറിയ കോട്ടമൈതാനത്ത് ആകെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 3000-4000 പേരാണ് കപ്പാസിറ്റി. അവിടെ 10,000-കണക്കിന് ആളുകൾ വരികയും ഞാൻ മനസ്സിലാക്കുന്നു വേടനാകെ 3 പാട്ടേ പാടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇതിലേറ്റവും നിർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ലഹരിമുക്ത കേരളം എന്നൊരു പരിപാടി വലിയ തോതിൽ നടപ്പാക്കുന്നു. ഇത് എക്സൈസ് മന്ത്രിയുടെ നാട് കൂടിയാണ്. എക്സൈസ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ലഹരിമുക്ത കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ നടന്ന് പറയുന്ന ആൾ തന്നെ നാലാം വാർഷികത്തിൻ്റെ പരിപാടിയിൽ ഒരു NDPS കേസിലെ പ്രതിയെ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകും. പട്ടികജാതി വകുപ്പാണ് കത്ത് തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രൗണ്ട് ആവശ്യമുണ്ട് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘാടനത്തിൽ വേറെ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് ആർക്കൊക്കെയാണ് ഇതിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുക, അതിൻ്റെ നഷ്ടപരിഹാരം അവർ തരണം. അവിടെ കേടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇതിൽ സംഘാടകർക്ക് മാത്രമല്ല ഈ പരിപാടി നടത്തുന്ന ആളുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇത്രയും ചെറിയ ഗ്രൗണ്ടിൽ 10,000-കണക്കിന് ആളുകൾ വരും എന്ന് പറഞ്ഞ് അവരെ എല്ലാം ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് വരുത്തി വെറും 3 പാട്ടും പാടി സ്ഥലം വിട്ട ആളാണ് ഇവിടെ പരിപാടി നടത്തിയത്. അദ്ദേഹത്തിനും ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പൊതുമുതൽ നശിപ്പിച്ചതിന് സ്വാഭാവികമായിട്ടും സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ പോലീസിനും ഒരു പരാതി കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതാണ്. നഷ്ടം കണക്കാക്കുന്നേ സെക്രട്ടറി വന്നാൽ ഉടനെ അത് നിർദ്ദേശം കൊടുക്കും. എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് എത്ര രൂപയുടെ നഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് കണക്കാക്കുക. അനുമതി എടുത്തിട്ടുണ്ട്. പട്ടികജാതി വകുപ്പാണ് ഇവിടെ കത്ത് കൊടുത്തിരിക്കുന്നത്. സൗജന്യമായിട്ടാണ് നഗരസഭ ഈ പരിപാടിക്ക്, സർക്കാരിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ സൗജന്യമായിട്ടാണ്, ഫീസൊന്നും ഈടാക്കിയിട്ടില്ല. പക്ഷേ അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. കപ്പാസിറ്റി കുറവുള്ള സ്ഥലത്ത് നടത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ട് നേരത്തെ തന്നെ നഗരസഭ അല്ല, അതാണ് ഇത് അല്ല സ്വാഭാവികമായിട്ടും അത് സംഘാടകരുടെ തലവേദനയില്ല. അവർ ഗ്രൗണ്ട് ചോദിച്ചു, നമ്മൾ ഗ്രൗണ്ട് കൊടുത്തു. അതിൽ നഗരസഭയ്ക്ക് അതിൽ റോളൊന്നുമില്ല. പക്ഷേ സംഘാടകർ കുറച്ചുകൂടി ഇത് ആലോചിക്കേണ്ടിയിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ ലഹരിമുക്ത കേരളം എന്ന ആവേശത്തിൽ കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കി ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് എക്സൈസ് മന്ത്രി ഇതിന് ഉത്തരം പറയണം. 4ാം വാർഷികാഘോഷത്തിൽ NDP കേസിലെ പ്രതിയും കൊണ്ടാണ് പരിപാടി നടത്തുന്നത്. അല്ലല്ലോ, ഒരിക്കലുമല്ലോ. ഇതിൽ BJP എടുത്ത് നഗരസഭയുടെ വിഷയമാണ്. നഗരസഭയുടെ മുതൽ നശിപ്പിക്കുന്നതിന് നിങ്ങൾ കൂട്ടു നിൽക്കുമോ? അതെ, 4ാം വാർഷിക ആഘോഷത്തിന് വേറെ ആരും കിട്ടിയില്ലേ? NDPS കേസിലെ പ്രതിയാണോ? അപ്പോൾ ലഹരിമുക്ത കേരളം കണ്ട് നിങ്ങൾ എന്തിനാണ് നടക്കുന്നത്? പിന്നെ അത് അവസാനിപ്പിക്കുക. അതിൽ കുറേ ലക്ഷങ്ങൾ ലാഭം കിട്ടുമല്ലോ. അല്ല, ചെറുപ്പക്കാരൻ ഞങ്ങളാരും അതായത് അല്ലല്ല, ഇതിൽ ഞങ്ങളാരും വേടനെതിരല്ല. ഇതിൽ പാലക്കാട് നഗരസഭയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു കോൺട്രഡിക്ഷൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാടുകാരനായ എക്സൈസ് മന്ത്രി ലഹരിമുക്ത കേരളം എന്ന വലിയൊരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് 4ാം വാർഷിക ആഘോഷത്തിൽ ഇവിടെ ഒരു പരിപാടി നടത്തുന്നത് നിങ്ങൾ കൊണ്ടുവരുന്നത്? അതാണ് എൻ്റെ ചോദ്യം.